പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിയർനെസ് ഉണ്ടല്ലോ, ക്ഷീണം, അത് നമ്മെ അഫക്റ്റ് ചെയ്യുന്നത് ശാരീരികമായി, മാനസികമായി, വൈകാരികമായി മാത്രമല്ല, ആത്മീയമായും ക്ഷീണം നമ്മെ അഫക്റ്റ് ചെയ്യും. നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം ക്ഷീണം നമുക്കുണ്ടാകും. എന്നാൽ പിന്നെയും എന്തുകൊണ്ട് ക്ഷീണമുണ്ടായി എന്നോർത്ത് പലവിധമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ച് സ്ട്രഗിൾ ചെയ്താൽ നമ്മൾ ഒത്തിരി എക്സോസ്റ്റഡായിപ്പോവും, തളർന്നു പോവും. തന്നെയുമല്ല, ആങ്സൈറ്റിയും കയറി പിടിക്കും. അതുകൊണ്ട് അതൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ അസ്ഥിരതയും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഉത്സാഹമുള്ളവരായി മുന്നോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ഷീണം മാറിക്കിട്ടേണ്ടത് സ്പിരിറ്റ്, സോൾ, ബോഡി എല്ലാത്തിലും നമുക്ക് ഒരു സുഖവും സൗഖ്യവും ആവശ്യമാണ്. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കാനായിട്ട് 1 തെസ്സലോനിക്കർ 5:23, 1 Thessalonians chapter 5 verse 23. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. ആ വാക്ക് ഉപയോഗിക്കാത്തവരാരുമില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അത് ചിലർ പറയും ഐ ആം ബേൺ ഔട്ടായെന്ന് പറയും. ചിലർ പറയും ഫറ്റീഗ. ചിലർ പറയും എക്സോഷനാണ്. എല്ലാം വിയർനെസ് തന്നെ. പക്ഷേങ്കിൽ ദൈവമക്കളെ, മലയാളത്തിൽ പലപ്പോഴും നമ്മളൊരൊറ്റ വാക്ക് അങ്ങ് ഉപയോഗിച്ച് അതിനെ അങ്ങ് എനിക്ക് ഭയങ്കര ക്ഷീണം അല്ലേ, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ ആ വാക്ക് ഉപയോഗിക്കാറുമുണ്ട് അല്ലേ. യെശയ്യാവ് 40 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ 30-31 ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നിട്ട് പിന്നെ 31 വാക്യത്തിൽ പറയുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ എത്ര ക്ഷീണം വന്നാലും ചിറകടിച്ച് കയറാനും തളർന്നു പോകാതെ ഓടാനും ക്ഷീണിച്ചു പോകാതെ നടക്കാനും ഒക്കെ നമുക്ക് ശക്തി തരുന്ന ഒരു വലിയ ദൈവമുണ്ട്. ആ നല്ല ദൈവത്തെ സേവിക്കുവാൻ ഇടയായത് എത്ര ഭാഗ്യമാണ്. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യം, നമുക്ക് ആശ്വാസം തന്ന് നമ്മുടെ തളർച്ചയിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, അതിൽ 28 ചേർത്ത് ഞാൻ വായിക്കുവാണേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ ഈ ക്ഷീണം വരുമ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം കിട്ടാൻ, ക്ഷീണം ഒന്ന് മാറാൻ, ഭാരം ചുമന്ന് പോകാതെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരണം. ഈ ചുമക്കുന്ന ചുമടും ഈ ഭാരവുമെല്ലാം അവൻ്റെ മേലെ ഇട്ടോളാനാണ് അവൻ പറയുന്നത്. അവൻ നമുക്ക് റെസ്റ്റ് തരുമെന്നാണ് പറയുന്നത്. ഹി വിൽ ഗിവ് us റെസ്റ്റ്. പലപ്പോഴും ചില വ്യക്തികളുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ചില ആൾക്കാർ വിയർനെസ്സിൽ നിന്ന് രക്ഷപ്പെട്ടു വരാതെ ഒരു റെസ്റ്റ് ജീവിതത്തിൽ ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു ദിവസം ഫിസിക്കലി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നമ്മളങ്ങനെ ഫിസിക്കലി റെസ്റ്റ് ചെയ്യുമ്പോൾ ഓർത്തോണേ, നമ്മുടെ മനസ്സ് പല ചിന്തകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാനിടയാകരുത്. നമ്മുടെ ആത്മാവിൽ നമ്മൾ ഞെരുങ്ങിയിരിക്കാൻ
ഇടയാകരുത്. നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ച എന്തുവാ? സമാധാനത്തിൻ്റെ ദൈവം പൂർണ്ണമായിട്ട് ഹോൾ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയിൽ നമ്മളെ അനന്യമായിട്ട് സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഈ 1 തെസ്സലോനിക്കർ 5:23 വാക്യം ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ നോക്കുന്നത് കാക്കുമാറാകട്ടെ എന്ന് പറയുമ്പം പ്രിസേർവ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ നാം പ്രിസേർവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ റിസർവ് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ ഗാർഡ്, അല്ലെങ്കിൽ അറ്റൻഡ് ടു കെയർഫുള്ളി എന്നൊക്കെയാണ്. അതായത് നമ്മളെ സംരക്ഷിച്ച് ശ്രദ്ധയോടെ ടേക്ക് കെയർ ചെയ്ത് സൂക്ഷിക്കുക. നമുക്കെങ്ങനെ നമ്മുടെ ആത്മാവിനെ എടുത്തിട്ട് അതൊന്ന് ഗാർഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റും? സോളിനെ എങ്ങനെ പറ്റും? ബോഡിയെ എങ്ങനെ പറ്റും? ഞാൻ ചോദിക്കട്ടെ, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ദേഹം, ദേഹി, ആത്മാവിനെ ഒരുമിച്ച് അലൈൻ ചെയ്ത് എങ്ങനെ ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റും? എങ്ങനെ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇതൊക്കെ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ സത്യം ഞാൻ പറയട്ടെ, നമ്മൾ തോൽക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഫിസിക്കൽ റെസ്റ്റ് നമുക്ക് ആവശ്യവും ആ റെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഹിൻഡർ ചെയ്യുന്ന തോട്ട്സ് നാം അനുവദിക്കുകയും ചെയ്യാതെ ഇരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ, മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഒരു കൗൺസിലറായിട്ട്, ഒരു ഗൈഡായിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, കംഫർട്ടറായിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിച്ച് നടത്തത്തില്ലേ? ശത്രു ഉള്ളപ്പോഴാണ് പലപ്പോഴും ആധിയും വ്യാധിയും ഒക്കെ വരുന്നത്. ഡീപ്പ് ഡൗൺ ഇൻസൈഡ്, ഉള്ളിൻ്റെ ഉള്ളിൽ യേശു കർത്താവിലൊരു വലിയ ആശ്രയവും ഉറപ്പുമുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൽ നാം തളർന്നു പോകാനിടയാകത്തില്ല. എന്നാൽ പല വിധത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. അതിൽ നിന്നൊന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് അത്ര എളുപ്പവുമില്ല. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം, ഫിലിപ്പിയ ലേഖനം 4:7 പറയുന്ന പോലെ, തീർച്ചയായിട്ടും നമ്മെ സമാധാനത്തിൽ സൂക്ഷിക്കും. ഞാൻ പറയട്ടെ, നമ്മൾ ഉറക്കമില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? അതോ നേരത്തെ എണ്ണീറ്റ് പോകാറുണ്ടോ? മനസ്സിൽ പല വിചാരങ്ങൾ വന്ന് സമ്മർദ്ദമുണ്ടാകാറുണ്ടോ? ദേഷ്യവും അമർഷവും നീരസവുമൊക്കെ ആരെങ്കിലുമായിട്ടുള്ളത് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ടോ? വിച്ച് ഏരിയ ഓഫ് യുവർ ലൈഫ്, സ്പിരിറ്റാണോ, സോളാണോ, ബോഡിയാണോ, ഏതിനാ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടത്? അത് അവരവർക്ക് തന്നെ അറിയാം എവിടെയാണ് നാം കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതെന്ന്. മനസ്സോടെ ഉറക്കം വേണ്ട, ഇച്ചിരി അങ്ങ് ഡിലേ ചെയ്യാമെന്ന് വിചാരിക്കാൻ പറ്റുന്ന കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഒത്തിരി മാമൽസ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അതിൽ മനുഷ്യർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. നാസ പറയുന്നത് പേഴ്സണലി 26 minutes പെർഫെക്റ്റ് നാപ്പ് എടുക്കുന്ന ഒരു വ്യക്തി ആരോഗ്യക്കുറവൊന്നും കാണത്തില്ല. പക്ഷേ ഒഫീഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ 80 തരത്തിലുള്ള 80 സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മളൊരു ദിവസത്തിൻ്റെ 1/3 ഉറങ്ങുന്നുണ്ടല്ലേ. അതായത് 60 വയസ്സാകുമ്പോൾ ഓർത്തോണം, 20 വർഷത്തോളം നാം ഉറങ്ങിത്തീർത്തെന്ന്. അത് നമ്മൾ മനസ്സിലാക്കുമ്പം റിയലി ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ് അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ ഭാഗം നമ്മൾ ഉറങ്ങിയാണ് തീർത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഫിസിക്കലി നാം ടയേർഡായി പോകാറുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. John 4:6. അഞ്ചും ആറും വാക്യങ്ങൾ. അങ്ങനെ യേശുവിനെക്കുറിച്ചാണേ. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്ഷീണിച്ച ഇരുന്നത്. അവൻ്റെ യാത്രയിൽ, അവൻ്റെ ട്രിപ്പിൽ അവന് ക്ഷീണം വന്നിട്ട് യേശു അവിടെ ഇരുന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു. പിന്നെ കടലിൽ വലിയ മോളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങി, അവനോ ഉറങ്ങിയായിരുന്നു. അതും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ബോട്ടിൽ വലിയ സ്റ്റോമാണ്, പക്ഷേ യേശു ഉറങ്ങി. ഞാൻ പറയട്ടെ, ഉറങ്ങുക എന്നുള്ളത് ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മളതിനൊന്നും ലിമിറ്റ് കൊടുക്കാനായിട്ട് പോകരുത്. നമ്മൾ ഉറങ്ങുമ്പോൾ നാം അൺകോൺഷ്യസാണ്, നാം ഇന്നാക്റ്റീവാണ്, നാം എക്സ്പോസ്ഡാണ്, നാം അതേ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതായത് നാം അൺകോൺഷ്യസ് ആണെങ്കിൽ, ബോധമില്ലാതെ ഉറങ്ങുവാണെങ്കിൽ നാം എന്തിനും വൾനറബിളായിട്ട് തീരും. ഇനാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അൺപ്രൊഡക്റ്റീവാണ്. ഒന്നും നമുക്കപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒന്നിനും നമ്മളെക്കൊണ്ട് കൊള്ളത്തില്ല. നാം എക്സ്പോസ്ഡാണ്, അതായത് നാം അൺപ്രൊട്ടക്റ്റഡാണ്. ആർക്ക് വേണേലും എന്തും ചെയ്യാം. എക്സ്പോസ്ഡാണ്. നമ്മൾ ഡിപ്പെൻഡൻ്റ് ഓൺ സ്ലീപ്പ്. അങ്ങനെ നമ്മൾ സ്ലീപ്പിനെ തന്നെ ആശ്രയിക്കുവാണെങ്കിൽ നമുക്ക് എന്നാ പറയാൻ പറ്റും? നമ്മൾ ഹെൽപ്ലെസ് പൊസിഷനിലാണ് അപ്പോൾ, അല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം, ഉറങ്ങുമ്പോൾ നമ്മളെല്ലാം മറന്നാണ് ഉറങ്ങുന്നത്. സ്ലീപ്പ് ഈസ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മളെ നിർഭയം വസിക്കുമാറാക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ തന്നെ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറ്റപ്പെട്ടവരായി മുന്നോട്ട് പോകാൻ്റെ ഗുണം. ആവശ്യത്തിന് ഉറക്കേണ്ടടുത്ത് ഉറങ്ങി കർത്താവെ ഊർജ്ജസ്വലതയോടെ ജീവിപ്പാൻ, ഉത്സാഹമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശുവിന്